ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരു അനുഗ്രഹീതമായ പ്രഭാതം സമ്മാനിച്ച സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. നമുക്ക് ഇതിൽ സന്തോഷിച്ച് ആനന്ദിക്കാം. ഈ പുതിയ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ കുടുംബവും ഇന്നത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ ആത്മീയ യാത്രയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നു നാം ധ്യാനിക്കുന്നത് ലേവ്യാപുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗമാണ്. പഴയ നിയമത്തിലെ യാഗത്തെക്കുറിച്ചുള്ള ഈ തിരുവചന ഭാഗം ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ആഴമുള്ള ഒരു ആത്മീയ സത്യത്തിലേക്ക് നമ്മെ നയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരും. ഞങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളും ഭയങ്ങളും ആശങ്കകളും അങ്ങയുടെ പാദങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും. ഇന്ന് വായിക്കുന്ന തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന വചനമാണ്. അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനും അങ്ങയോട് കൂടുതൽ അടുത്തു നടക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കും. ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശുദ്ധീകരിക്കണമേ. ഇന്നത്തെ അനുദിന പ്രഭാത തിരുവചന വായനാ ധ്യാനം ലേവ്യാപുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗമാണ്. ആ തിരുവചന ഭാഗം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ഒരുവന്റെ വഴിപാട് സമാധാന യാഗമാകുന്നുവെങ്കിൽ കന്നുകാലികളിൽ ഒന്നിനെ അർപ്പിക്കുന്നതാകിയാൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അവൻ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കാം. തന്റെ വഴിപാടിന്റെ തലയിൽ അവൻ കൈവച്ച് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് അതിനെ അർപ്പിക്കണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ സമാധാന യാഗത്തിൽ നിന്ന് കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേൽ ഇരിക്കുന്ന സകല മേധസ്സും മൂത്രപിണ്ഡം 2 അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡത്തോടുകൂടെ കരളിന്മേലുള്ള വപവും നീക്കി യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിക്കണം. അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മേൽ ഹോമയാഗത്തിനുമീതെ അത് ദഹിപ്പിക്കണം. ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ലേവ്യാപുസ്തകം 3-ാം അധ്യായത്തിന്റെ ഈ തിരുവചന ഭാഗത്തിൽ നാം കാണുന്നത് സമാധാന യാഗത്തെക്കുറിച്ചാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം അർപ്പിക്കുമ്പോൾ അത് വെറുമൊരു ആചാരമായിരുന്നില്ല. അത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തിലേക്കുള്ള സമർപ്പണത്തിന്റെയും ബന്ധത്തിന്റെയും നന്ദിയുടെയും അടയാളമായി. ഇന്ന് നമുക്കും ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ ദൈവത്തിന് എന്താണ് സമർപ്പിക്കുന്നത്? നമ്മുടെ കൈകളിൽ ഉള്ളതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, നമ്മുടെ ജോലി, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമയം എല്ലാം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ തന്നെ. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ സമ്പത്തല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ചിലപ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, എന്റെ പ്രശ്നങ്ങൾ ഒന്ന് മാറ്റിത്തരണം, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം, എനിക്ക് ജോലി നൽകണമേ, എന്റെ രോഗം ശമിപ്പിക്കണമേ. ഇവയെല്ലാം നാം ദൈവത്തോട് ചോദിക്കും. എന്നാൽ ഇന്ന് ഒരു കാര്യം കൂടി പറയാം. കർത്താവേ, എന്റെ ജീവിതം തന്നെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കും. ഇതാണ് യഥാർത്ഥ സമർപ്പണം. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയാത്തതായി, ചില മുറിവുകൾ, ചില ഓർമ്മകൾ, ചില ബന്ധങ്ങൾ, ചില ഭയങ്ങൾ, ചില ആഗ്രഹങ്ങൾ. പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എനിക്ക് വിട്ടുകൊടുക്കുവാൻ കഴിയാത്തതുപോലും അങ്ങയുടെ പാദങ്ങളിലേക്ക് ഞാൻ അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ആരംഭിക്കും. സമാധാന യാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ദൈവവുമായി
ശരിയായ ബന്ധത്തിൽ ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം. ലോകം നൽകുന്ന സമാധാനം സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. പക്ഷേ ദൈവം നൽകുന്ന സമാധാനം സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതാണ്. പ്രശ്നങ്ങൾ ഉണ്ടായാലും സമാധാനം, കണ്ണുനീരുണ്ടായാലും പ്രത്യാശ, വഴി കാണാത്തപ്പോഴും വിശ്വാസം. കാരണം നമ്മുടെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് ഇന്നു നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒരു വിശുദ്ധ സമർപ്പണമാക്കാം. കർത്താവേ, ഇന്നത്തെ ദിവസം എന്റേതല്ല, അങ്ങയുടേതാണ്. എന്റെ സമയം അങ്ങയുടേതാണ്. എന്റെ കുടുംബം അങ്ങയുടേതാണ്. എന്റെ ഭാവി അങ്ങയുടേതാണ്. എന്റെ ജീവിതം അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഇന്ന് സമർപ്പിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ സമാധാനം ഒഴുകിയെത്തും. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ആത്മീയ ചിന്ത, ഇന്നൊരു നിമിഷം സ്വയം നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ദൈവത്തിന് ഞാൻ ഇതുവരെ സമർപ്പിക്കാത്തത് എന്താണ് എൻ്റെ ജീവിതത്തിലുള്ളത്? അതെന്തു തന്നെയായാലും ഇന്ന് കർത്താവിന്റെ പാദങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗസ്ഥ പിതാവാണ് ദൈവം, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കും. ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കണം. ഭയങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. തെറ്റായ വഴികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം. കർത്താവേ, ഇന്നു ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രസാദകരമായ ഒരു സമർപ്പണം. ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികൾ സ്നേഹത്തിന്റെ സാക്ഷ്യമാകട്ടെ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഇന്നത്തെ ദിവസം മുഴുവനും തമ്പുരാനെ അവിടുന്ന് കാത്ത് സംരക്ഷിച്ചു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും വീടുകളിലും നിറയട്ടെ. ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.